ഈ പാട്ടിന്റെ പേര് മോനലോവ എന്നാണ്. 2011 ഷെഡ്യൂൾ 1 കേസിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ലാലേട്ടനെ അറസ്റ്റ് ചെയ്തില്ല. ഷെഡ്യൂൾ 1 കേസിൽ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വേടനെ അറസ്റ്റ് ചെയ്തു. ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ലാലേട്ടന്റെ കാര്യത്തിൽ 2011 മാർച്ചില് ആദായ നികുതി വകുപ്പ് അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ വീട്ടില് ഒരു റെയ്ഡ് നടത്തി. 2 ആനക്കൊമ്പുകൾ കണ്ടെത്തി. ആന ഷെഡ്യൂൾ 1 ജീവിയാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം, അതായത് സെക്ഷൻ 939 പ്രകാരം ലൈസൻസ് ഇല്ലാതെ ആനക്കൊമ്പ് സൂക്ഷിക്കുന്നത് നിയമാനുസൃതമല്ല. ഈ കേസ് നടക്കുന്ന ഒരു തവണ പോലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുത്തില്ല. അതിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് ലാലേട്ടന് പരമ്പരാഗതമായി അച്ഛനിൽ നിന്ന് കിട്ടിയതാണ് ആനക്കൊമ്പ് എന്നുള്ളതായി. സെക്ഷൻ 50 WPA പ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതായിരുന്നിട്ടും ഉദ്യോഗസ്ഥർ ഒരിക്കലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. 2015 വനം വകുപ്പ് മോഹൻലാലിന് ആനക്കൊമ്പിന്റെ ഉടമസ്ഥാവകാശം നൽകി. ഇത് വളരെ വിവാദങ്ങൾ ഉണ്ടാക്കി. 2020 കേരള സർക്കാർ കേസ് പിൻവലിക്കാൻ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകി. പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ ഇത് ചോദ്യം ചെയ്ത് കോടതിയിൽ പോയി. 2023 കേരള ഹൈക്കോടതി വിചാരണ താൽക്കാലികമായി നിർത്തിവെച്ചു. കേസ് ഇപ്പോഴുമുണ്ട്. എന്നാൽ ഈ ഇടവേളകളിൽ ഒന്നും ലാലേട്ടൻ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. എന്നാൽ വേടൻ 2025 ഏപ്രിൽ 28 കൊച്ചിയിലെ ഫ്ളാറ്റിൽ വെച്ച് പോലീസ് റെയ്ഡിനിടയിൽ കഞ്ചാവുമായി പിടിയിലാവും. 6 ഗ്രാം കഞ്ചാവ് 8 പേരടങ്ങുന്ന സംഘത്തിൽ നിന്നാണ് പിടിച്ചത്. കൂടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും ജാമ്യത്തിലാണ്. ഏപ്രിൽ 29 വനം വകുപ്പ് വീണ്ടും വേടനെ അറസ്റ്റ് ചെയ്തു. പുലി ആനയെ പോലെ തന്നെ ഷെഡ്യൂൾ 1 വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ്. സെക്ഷൻ 2739 WPA പ്രകാരം അതിന്റെ ഭാഗങ്ങൾ കൈവശം വെക്കുന്നത് കുറ്റകരമാണ്. ഇവിടെ വേടന്റെ അറസ്റ്റ് പെട്ടെന്ന് നടന്നു. ലാലേട്ടന്റെ കാര്യത്തിൽ താമസിച്ചെത്തിയ വനം വകുപ്പ് ഇവിടെ എത്രയും പെട്ടെന്ന് എത്തുകയും ചെയ്തു, കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. കൂടാതെ വേടന്റെ പേരിൽ സെക്ഷൻ 27(1) പ്രകാരം ജാമ്യമില്ലാത്ത വാറന്റാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഏപ്രിൽ 29 അറസ്റ്റ് ചെയ്ത ശേഷം വനം വകുപ്പ് അവനെ 2 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പറഞ്ഞു. ഏപ്രിൽ 30 വരെ. മാലയിൽ കണ്ട പെൻഡന്റ് യഥാർത്ഥത്തിലുള്ളതാണോ എന്ന് കണ്ടെത്താൻ ഇപ്പോഴും ഫോറൻസിക് അന്വേഷണം നടക്കുന്നതേയുള്ളൂ. വേടൻ പറഞ്ഞത് തായ്ലൻഡിൽ വെച്ച് ഒരു തമിഴ് ആരാധകൻ അദ്ദേഹത്തിന് ഇത് സമ്മാനിച്ചതാണെന്നാണ്. ഈ പുലിപ്പല്ല് സ്വർണം കെട്ടിക്കാൻ കൊടുത്ത ജൂവലറിയിലുമൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്. ഇതൊന്നും ആന വിഷയത്തിൽ കണ്ടില്ല. ലാലേട്ടനെ അറസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വേടനെയും ഈ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇനിയും സുരേഷ് ഗോപിക്കെതിരെ മാലയിൽ പുലിപ്പല്ല് ലോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നിയമപാലകർ എന്ത് നടപടിയാണ് എടുക്കുന്നതെന്ന് നമുക്ക് കാണേണ്ടിയും. അദ്ദേഹത്തിനെതിരെ മുഹമ്മദ് ഹാഷിം കേസ് കൊടുത്തിരിക്കുന്നത്. സുരേഷ് ഗോപി സാറിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് ഒറിജിനൽ ആണെന്ന് പറഞ്ഞാൽ വേടൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹവും അഭിമുഖീകരിക്കണമെന്ന് സമൂഹം പറയും. എന്നാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെടുകയും ചെയ്യും.